ഹലോ ഹായ് നമസ്കാരം. പുതിയൊരു റീൽ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ട റീൽ റിയാക്ഷന് അത്യാവശ്യം നല്ല റെസ്പോൺസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നമ്മുടെ കയ്യിൽ കുറച്ച് ഇടിവെട്ട് റീലുകളുണ്ട്. നമുക്ക് ഓരോ റീലുകളായി കണ്ടു തുടങ്ങാം. കമ്പ്യൂട്ടർ കൊടുത്തു ആരിവിടെ വെയിറ്റിംഗ് ഷെഡിനു ടൈൽസ് വിരിച്ചു ആരിവിടെ നേത്ര ചികിത്സ ക്യാമ്പ് നടത്തി. അതെ, ഈ വായാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ സഹിച്ചുകൊണ്ടിരുന്നത്. ഇവിടുത്തെ മെയിൻ സംഭവം എന്ന് പറയുന്നത് ഏത് മൂഡ്, ഇലക്ഷൻ മൂഡ്, വോട്ട് മൂഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനം ഒരു വഴിക്ക് പോകുന്നുണ്ടായിരുന്നു. പിന്നെ വേറെ ഏതോ ഒരു പാട്ട്, കുറേ സാധനങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ഇത് വെച്ചിട്ട് ഒരുപാട് റീലുകൾ വന്നിട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ. ഈ ഇലക്ഷന് സിനിമ പാട്ട് എടുത്ത് വെച്ച് ഇങ്ങനെ ആകുമ്പോൾ ചിലതൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് വരും, നല്ല സെറ്റായിട്ടൊക്കെ വരും, ആ ലിറിക്സൊക്കെ കറക്റ്റ് പ്ലേസ്മെൻറ്റിൽ. പക്ഷേ വേറെ ചിലത് വേറെ ഗതികേട് കൊണ്ട് ഇത് ആഡ് ചെയ്തേ പറ്റൂ എന്ന് പറയുന്ന, അങ്ങനെ നിർബന്ധിച്ച് ചെയ്തതുപോലെ ചിലപ്പോൾ പുതിയ ഫാസ്റ്റ് ആയിട്ടുള്ള പാട്ടൊക്കെ ആയിരിക്കും. പക്ഷേ ഇവർക്ക് പറയാനുള്ള ഭരണ നേട്ടങ്ങൾ അല്ലെങ്കിൽ ഈ പ്രതിപക്ഷത്തിരുന്ന് അവർ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇത് ചിലപ്പോൾ കുറച്ച് കൂടുതൽ പറയാനുണ്ടാവും. അപ്പോൾ ഭയങ്കര സ്പീഡിൽ കുറേ കൂടുതൽ കാര്യങ്ങൾ പറയാമെന്ന് പറയുമ്പോൾ ഒന്നും ആർക്കും മനസ്സിലാവില്ല. എന്തിനു വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറയുന്ന പോലത്തെ പാട്ടുകൾ, ഇങ്ങനത്തെ പാട്ടുകളൊക്കെ പോകുന്നുണ്ട്. എനിക്ക് ഈ ഇലക്ഷൻ പരിപാടിയിൽ ഒരു മാറ്റം വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹം തോന്നുന്നൊരു കാര്യം ഈ പറയുന്ന പാട്ട് വെച്ചുള്ള പരിപാടികളൊക്കെയാണ്. നമ്മളൊരു ജനാധിപത്യ രാജ്യമാണ്. ഇലക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ജനങ്ങളിലേക്ക് സ്ഥാനാർത്ഥികളും ഇപ്പോൾ ഭരണനേട്ടമാണെങ്കിലും പ്രതിപക്ഷങ്ങളുടെ ആരോപണങ്ങളാണെങ്കിലും ഇതെല്ലാം എത്തിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ നമ്മുടെയൊക്കെ വീടുകളിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്, പ്രത്യേകിച്ച് പരീക്ഷാ സമയമൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ട്, കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്, ഈ ശബ്ദം ഭയങ്കര ബുദ്ധിമുട്ടാവുന്ന പ്രായമായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും. ഈ ഉച്ച സമയത്തൊക്കെയാണ് ഈ സാധനം വെച്ചിട്ട് ഇങ്ങനെ പോവുക. അത് വന്നു കഴിഞ്ഞാൽ ഒരു വണ്ടി കുറച്ച് സ്ഥലത്തൊന്ന് പോസ് ചെയ്ത് നിർത്തി ഭയങ്കര ശബ്ദത്തിൽ പാട്ട് വെച്ച് കേൾപ്പിച്ച് വേണമെങ്കിൽ വെറുപ്പിച്ച് എന്നും പറയാം. കാരണം ഒരേ പാട്ട് തന്നെയാണല്ലോ, എല്ലാ ദിവസവും പാട്ട് മാറ്റുന്ന പരിപാടിയൊന്നും ഇല്ലല്ലോ. ഒരു പാട്ട്, ഒരു 3-4 പാട്ട് വരെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇത് തന്നെ നമ്മളിങ്ങനെ എല്ലാ ദിവസവും കേൾക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കൂടി പരിഗണിച്ചുകൊണ്ട് ഈ ആശുപത്രികളിലും മറ്റുള്ള പല ആളുകൾക്ക് ശബ്ദം ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്ന പല കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് അതിനും കൂടിയുള്ള എന്തെങ്കിലും ചേഞ്ചസ്, മറ്റെന്തെങ്കിലും ഒരു നല്ല മാർഗ്ഗം, നമ്മൾ ക്രിയേറ്റീവായി ചിന്തിക്കുക എന്നുള്ളതല്ലേ, അങ്ങനെ ക്രിയേറ്റീവായി പുതിയ മാർഗ്ഗങ്ങൾ ഈ രാഷ്ട്രീയ കക്ഷികൾ കണ്ടെത്തിയിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. പിന്നെ നമ്മൾ ഈ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും ഞാൻ എന്തെങ്കിലും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴായിരിക്കും ഇവിടെ ഈ വാർഡിൽ വോട്ട് ചെയ്യണമെന്ന് പറയുന്ന ആരുടെയെങ്കിലും ഒരു സിനിമാ പാട്ട് പോകുന്നുണ്ടാവുക, ഞാൻ പോസ് ചെയ്യണം. കാരണം ഇതൊക്കെ കോപ്പിറൈറ്റ് വരും. എന്തായാലും ഇങ്ങനത്തെ കുറേ കോമഡി വരികൾ നമ്മൾ ഈ പ്രാവശ്യം കേട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഈ ഇലക്ഷനിൽ കേട്ടിട്ടുള്ള കോമഡി വരികളായിട്ട് തോന്നിയിട്ടുള്ളത് അതൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ഒന്നിച്ചിരുന്ന് ചിരിക്കാവുന്നതാണ്. ഒറിജിനൽ പാട്ട് ഏതാണെന്നും കൂടി ഒന്ന് മെൻഷൻ ചെയ്യണേ. ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നീതി ലഭ്യമായി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്ന് തന്നെയാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇപ്പോ നടി എന്നുള്ള നിലയിൽ ആ കുട്ടിയോടൊപ്പം ഒക്കെയാണ് ഞങ്ങൾ എന്ന് പറയുമ്പോഴും ഒരു നീതി എല്ലാവർക്കും കിട്ടണം. ഇപ്പോ ശ്രീ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നീതി ലഭ്യമായി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അദ്ദേഹം ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ മാത്രമല്ല, അദ്ദേഹവുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. തീർച്ചയായിട്ടും ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു നീതി ലഭ്യമായി. കോടതി, അത് ബഹുമാനപ്പെട്ട കോടതി തന്നെയാണ് ആ നീതി. സർക്കാർ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിച്ചു അല്ല, അത് ഇപ്പോ ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോ അല്ലെങ്കിൽ ഇന്നലെ അതിന്റെ വിധി വന്നപ്പോൾ പല തരത്തിലുമുള്ള അഭിപ്രായങ്ങൾ കേട്ടപ്പോൾ എനിക്കും അങ്ങനെയൊക്കെ തോന്നി. സർക്കാർ അല്ലെങ്കിലും അപ്പീലും പോവുമല്ലോ. സർക്കാരിന്റെ വേറെ ഒരു ജോലിയില്ലല്ലോ. ഏത് കിട്ടിയാലും ഏതൊക്കെ തരത്തിലും ആരെ ഉപദ്രവിക്കാൻ കഴിയും എന്ന് നോക്കിക്കാണുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ആ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എന്ത് കേസുകളും കെട്ടിച്ചമച്ചുണ്ടാക്കാൻ തയ്യാറായി നിൽക്കുന്ന ഗവൺമെന്റാണ് ഇവിടെ ഉള്ളത്. അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്ന് തന്നെയാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അതേപോലെ തന്നെ നീതിന്യായ കോടതിയിൽ നിന്നും ഒരു വിധി ഉണ്ടാകുമ്പോൾ ആ നീതിന്യായ കോടതിയെ തള്ളിപ്പറയുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അതിന് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല. അവർക്ക് അതിജീവിതയ്ക്ക് നീതി കിട്ടാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നിശ്ചയമായും നടക്കണം. എന്തായാലും അതിജീവിതയോടൊപ്പം തന്നെയാണ് കോൺഗ്രസ് UDF എന്ന് തന്നെ അത് വ്യക്തമാക്കി KPCC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്.
അതുപോലെ മുതിർന്ന നേതാക്കന്മാരൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നോട് ചോദിച്ച അവസരത്തിൽ ഞാൻ ഇത് തന്നെ പറഞ്ഞു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ല ബോധ്യമുള്ളതാണ്, കൃത്യമായി ഓർമ്മയുള്ള കാര്യമാണ്. അപ്പീൽ പോകണോ വേണ്ടോ എന്ന് അടൂർ പ്രകാശോ UDF അല്ല തീരുമാനിക്കേണ്ടത്. അപ്പീൽ പോകുക, അപ്പീൽ പോകട്ടെ, പോകരുതേ എന്ന് ഞങ്ങൾ ആരെയും തടസ്സം ചെയ്തിട്ടില്ല. അദ്ദേഹം ആദ്യം ഈ നിലപാട് പറയുന്ന സമയത്ത് മുടിയുടെ ഈ ഭാഗത്ത് കുറച്ച് വൈറ്റ് കളർ ഉണ്ടായിരുന്നു. ഈ നിലപാട് മാറ്റിയപ്പോൾ ആ കളർ കുറച്ച് മാറിയ പോലെ തോന്നി. ലൈറ്റിൻ്റെ ആയിരിക്കാം. പണ്ടൊക്കെ ആണെങ്കിൽ ഇതുപോലെ നിലപാടുകളൊക്കെ മാറ്റി മറിച്ചൊക്കെ പറയാം. ഇത് അധികം ആരും അറിയില്ല, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ മറന്നു പോകും, ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഈ സോഷ്യൽ മീഡിയയുടെ കടന്നുവരവോടുകൂടി ഈ പത്രമാധ്യമങ്ങൾക്കും സോഷ്യൽ മീഡിയയിൽ പിടിച്ച് നിൽക്കണമല്ലോ. അപ്പോൾ ട്രോളും മീമും ഉണ്ടാക്കുന്നവർ ചെയ്യുന്ന പോലെ തന്നെ ഇവരും ചെയ്യും. മുമ്പും ശേഷവും പറഞ്ഞത് ഇന്നതൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് പോസ്റ്റ് ചെയ്യുകയും ഇത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിൽക്കും. ഇൻ്റർനെറ്റിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ്. നിങ്ങൾ എന്തെങ്കിലും ഒരിക്കൽ ഒരു വൃത്തിയോട് വിളിച്ച് പറഞ്ഞിട്ട് പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേട്ടൻ പണ്ട് പറഞ്ഞാണേ, മറന്നുപോയതായിരിക്കും പാവം എന്ന് പറഞ്ഞ് അത് പൊക്കിക്കൊണ്ടുവരുന്ന ആ രീതിയിൽ ഇന്ന് ഇൻ്റർനെറ്റ് സോഷ്യൽ മീഡിയ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. പൊളിറ്റിക്കലിയും ഇതിനെ വളരെ നന്നായി ഉപയോഗിക്കുന്ന, മോശമായിട്ടും ഉണ്ട് കേട്ടോ, വളരെ നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട്. പക്ഷേ ഇത്ര കുറഞ്ഞ സമയം കൊണ്ട് ഇങ്ങനെ നിലപാട് മാറ്റി പറയാമെന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. ഈ അതിജീവിതയുടെ കേസിൽ വിധി വന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളും ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ അതിജീവിതയ്ക്ക് അവരിങ്ങനൊരു കേസ് പോലും നടന്നിട്ടില്ല എന്ന് പറയുന്ന ആക്രമണം നേരിട്ട ആ സമയത്ത് നിന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ് 6 പേരെ പ്രതികളാക്കി വിധി വരുന്ന സമയത്ത് അവർ മുന്നോട്ട് വെച്ച പരാതി സത്യമാണ്. അതായത് അവർ ഇത്രയും നാൾ നേരിട്ടുകൊണ്ടിരുന്ന സൈബർ അറ്റാക്ക് നേരിട്ടുകൊണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആർഗ്യുമെൻറ്റ് ഇങ്ങനൊരു സംഭവമേ ഉണ്ടായിട്ടില്ല, കെട്ടിച്ചമച്ച കേസാണ്. ഇദ്ദേഹം ഉപയോഗിച്ച വാക്കതാണ്. സർക്കാരിന് വേറെ പണിയൊന്നുമില്ലല്ലോ, കെട്ടിച്ചമച്ച കേസുകൾക്ക് അപ്പീലുമായി പോകുക എന്നുള്ളതല്ലേന്ന്. അങ്ങനെ ഒരു പരിപാടി ഒരു തരത്തിലും ന്യായീകരിക്കാനാവാത്ത, ഈ പറയുന്ന ന്യായീകരണം എഴുകലുകൊണ്ടൊന്നും കാര്യമില്ല. വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അതിജീവിതക്കെതിരെയും വന്ന പരാതി അതാണ്. അത് കെട്ടിച്ചമച്ച കേസല്ലെന്നും ഇവിടെ 6 പ്രതികളുണ്ടെന്നും പരാതി സത്യമാണ് എന്ന് വന്നില്ലേ. പിന്നെ പോലീസ് കൊണ്ടുവന്നിട്ടുള്ള പ്രതികളിൽ ചിലരൊക്കെ രക്ഷപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരുപക്ഷെ വീഴ്ചയായിരിക്കാം. അത് എന്ത് തന്നെയാണെങ്കിലും വിധിപ്പകർപ്പൊക്കെ വന്നതിന് ശേഷമേ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ പറ്റുള്ളൂ. പക്ഷേ സർക്കാർ അപ്പീലിന് പോകും. അത് വെറുതെ വിട്ടിട്ടുള്ള പ്രതികളാണെങ്കിലും ഇനിയും അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ടെങ്കിലും തീർച്ചയായും സർക്കാർ ഇതിൻ്റെ അപ്പീലുമായി മുന്നോട്ട് പോകും. പിന്നെ സർക്കാരിനെ കുറ്റം പറയുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ആ ഒരു സിനിമയൊക്കെ വന്ന സമയത്ത് ഒരുപാട് ഡിസ്കഷൻ നടന്നിട്ടുള്ളതാണ്. അതായത് ഒരു പെൺകുട്ടിക്ക് നേരെ അതിക്രമം ഉണ്ടായി, അത്തരം ഒരു കേസിൽ സർക്കാരാണ് ആ പെൺകുട്ടിക്കൊപ്പം നിൽക്കുന്നത്. അപ്പോൾ സർക്കാരാണ് അപ്പീലിന് പോവുക. അതിന് നിങ്ങൾ സർക്കാരിൻ്റെ നയങ്ങളോടുള്ള എതിർപ്പ് പ്രതിപക്ഷത്താണ്, അതുകൊണ്ട് ഞങ്ങൾ സർക്കാർ എന്ത് ചെയ്താലും വിമർശിക്കുമെന്ന് പറയുന്ന രീതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ കെട്ടിച്ചമച്ച കേസ് എന്നൊക്കെ പറയുന്നത് പോലത്തെ കാര്യങ്ങൾ പറഞ്ഞ് പുച്ഛിക്കാൻ വേണ്ടി അത് ഉപയോഗിക്കുക എന്ന് പറയുന്നത് വളരെ മോശം കാര്യമാണ്. വിചാരണ കോടതിയുടെ നിലവിലുള്ള നടപടികളോട് അതിജീവിത നേരിട്ട് വന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും അവരോട് ചേർന്ന് നിൽക്കുന്ന വൃത്തങ്ങളൊക്കെയും അവർ ഈ ഒരു വിധിയിൽ തൃപ്തയല്ല എന്നുള്ള രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ഇവിടെ ഒരു കേസ് ഉണ്ടായിട്ടുണ്ട്, ഇത് കൊട്ടേഷൻ കൊടുത്തതാണ് എന്ന് പറയുന്ന ഒരു കാര്യമുള്ളപ്പോൾ ഈ കൊട്ടേഷൻ കൊടുത്തത് ആര് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അയാളും കൂടി നിയമത്തിന് മുന്നിൽ ശിക്ഷയ്ക്ക് വിധേയമാവുമ്പോൾ മാത്രമാണ് അതിജീവിതയ്ക്ക് നീതി കിട്ടിയെന്ന് നമുക്ക് പൂർണ്ണ അർത്ഥത്തിൽ പറയാൻ പറ്റുക. അപ്പോൾ അവർക്ക് നീതി പൂർണ്ണമായും ലഭിച്ചിട്ടില്ല എന്ന് അവർ പറയുമ്പോൾ അതിനൊപ്പം നിൽക്കുന്നൊരു സർക്കാരാണ് നമുക്കിവിടെ ഉള്ളതെന്ന് പറയുമ്പോൾ ആ സർക്കാരിനെ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. മാത്രമല്ല, ഇനിയിപ്പോൾ വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. നിങ്ങളാണ് അടുത്ത സർക്കാരെങ്കിൽ ഈ സർക്കാർ ചെയ്ത ഇങ്ങനെ അപ്പീലുമായിട്ട് പോകുന്നത് ഇതിനൊന്നും ഒരു ആവശ്യമില്ലെന്ന്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞത് വിട്ടുകളയാണോ ചെയ്യുക? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന സ്ത്രീകൾക്ക് നിങ്ങൾ കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? അവർക്കൊരു അനീതി ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഒപ്പം നിൽക്കില്ലെന്നാണോ? അവർക്ക് നീതി ലഭ്യമാവുന്നത് വരെ അപ്പീൽ കോടതികളിലേക്ക് പോകാൻ നിങ്ങൾ കൂടെ നിൽക്കില്ലെന്നാണോ? വളരെ മോശം, ഒരു തരത്തിലും യോജിക്കാനാവാത്ത, ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്ത, കുറച്ചും കൂടി സത്യസന്ധമായി പറഞ്ഞാൽ ഭയങ്കര വൃത്തിയായിട്ട വർത്താനമായി പോയി ആ പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഫെമിനിസ്റ്റുകൾ പുരുഷന്മാരെ ഇത്രയും വെറുക്കുന്നത് എന്ന ചോദ്യത്തിനെ ഡിഫെൻഡ് ചെയ്യാം. നേരെ തിരിച്ച് എനിക്ക് സ്ത്രീകളോട് യാതൊരു വെറുപ്പുമില്ല, നേരെ തിരിച്ച് ഫെമിനിസ്റ്റുകളോട് കടുത്ത എതിർപ്പാണ്. വാക്ക് ക്ലിയർ ആയതുകൊണ്ടാണ് തീവ്ര ഫെമിനിസ്റ്റുകളോട്, അതായത് ഫെമിനിസ്റ്റുകളോട് ആശയപരമായ എതിർപ്പുണ്ട്. പക്ഷേ അമേരിക്കൻ ലാംഗ്വേജിൽ ഫെമിനാസി എന്ന് പറയും. നമ്മുടെ നാട്ടിൽ തമാശയ്ക്ക് ഫെമിനിസ്റ്റ് എന്നും കുറച്ചുകൂടെ നല്ല ഭാഷയിൽ ഫെമിനിസ്റ്റ് മാഫിയ എന്നോ അല്ലെങ്കിൽ അൾട്രാ ഫെമിനിസ്റ്റ് എന്നോ പറയും. ആ അൾട്രാ ഫെമിനിസ്റ്റുകൾ കുടുംബ സംവിധാനം അടക്കമുള്ള കാര്യങ്ങളെ അംഗീകരിക്കുന്നില്ല. അവർ സ്ത്രീയുടെ അടിമത്വമാണ് കുടുംബം എന്ന് വിശ്വസിക്കുന്നു. കുടുംബം അടിസ്ഥാനപരമായ പാട്രിയാർക്കലാണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയല്ല, നമുക്കൊരു ബാലൻസിൽ ഇത് കൊണ്ടുപോകാൻ കഴിയും. ആണുങ്ങളുടെ ഭാഗത്തു നിന്ന് മെയിൽ ഷോവിനിസത്തിന്റെ ഒരുപാട് ചരിത്രപരമായ തെറ്റായ ഉദാഹരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മറുപടി ഫീമെയിൽ ഷോവിനിസം അല്ല. മെയിൽ ഷോവനിസം ഉണ്ട്, അത് തെറ്റാണ്, അതിന് യാതൊരു സംശയവുമില്ല. പക്ഷേ മെയിൽ ഷോവനിസത്തിന്റെ മറുപടി ഫീമെയിൽ ഷോവനിസം ആകരുത്. കുറെ കൂടെ എന്താ പറയുന്നത്, കൊളാബറേറ്റീവ് ആയിട്ടുള്ള, ഇക്വാളിറ്റി ബേസ്ഡ് ഉള്ള, പരസ്പര പൂരകങ്ങളായ, സ്ത്രീക്ക് കൂടുതൽ പരിഗണന എന്നാൽ പുരുഷൻ അവഗണനയില്ല. പുള്ളി രാഹുൽ ഈശ്വരല്ല, പുള്ളി കൺഫ്യൂഷൻ ഈശ്വറാണ്.
അതായത് പുള്ളി കൺഫ്യൂസ്ഡ് ആക്കുകയാണ് ഈ പറയുന്ന കുറേ ടേംസിനെ എടുത്തു വെച്ച്. പിന്നെ നമുക്കും ഒരു പക്ഷേ കണ്ടും കേട്ടും അറിയാവുന്ന ഏതൊക്കെയോ സിറ്റുവേഷൻസിനോട് കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങൾ എടുത്തു വെച്ചിട്ട് ഫെമിനിസത്തിനോട് ആശയപരമായി വിയോജിപ്പുണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ നിലനിന്നിരുന്ന പാട്രിയാർക്കൽ സിസ്റ്റത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ഈ ലോകം മുഴുവൻ ബിൽഡ് ചെയ്തിരുന്നത് പുരുഷന്മാരായിരുന്നു. അവൻ്റെ സൗകര്യത്തിന് വേണ്ടി, അവൻ്റെ ഇഷ്ടത്തിന് വേണ്ടി, അവൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ലോകമാണ്. ഇവിടെ അടിച്ചമർത്തൽ നേരിട്ടിരുന്ന സ്ത്രീകൾ അത് അടിച്ചമർത്തലാണെന്ന് തിരിച്ചറിയുകയും തങ്ങൾക്കും അവകാശമുണ്ട് എന്ന് ഉറക്കെ പറയുകയും നമ്മളെല്ലാവരും കോ എക്സിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും ട്രാൻസ്ജെൻഡേഴ്സ് ആണെങ്കിലും നമുക്ക് എല്ലാവർക്കും ജീവിക്കാനും ജോലി ചെയ്യാനും അവസരങ്ങളിലുള്ള തുല്യതയാണ്. അല്ലാതെ സ്ത്രീകൾ വരുമ്പോൾ പുരുഷന്മാർ വണങ്ങി നിൽക്കണം എന്നുള്ളതല്ല ഫെമിനിസം പറയുന്നത്. അവസരങ്ങളിൽ തുല്യത കൊണ്ടുവരിക, അവകാശങ്ങളിൽ തുല്യത ഉറപ്പുവരുത്തുക, ഇത്രേ പറയുന്നുള്ളൂ. ഇതിലെവിടെയാണ് രാഹുൽ ഈശ്വറിന് എതിർപ്പുണ്ടാവുക? ഫെമിനിസം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയെ ഇതുവരെ വെല്ലുവിളിച്ചിട്ടില്ലല്ലോ. രാഹുൽ ഈശ്വർ അതിനെ അംഗീകരിക്കുന്ന ഒരാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പിന്നെ ഫെമിനിസത്തിൽ എന്താണ് രാഹുൽ ഈശ്വർ കണ്ടെത്തുന്ന കുഴപ്പം? ഈ തീവ്ര ഫെമിനിസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം, അതായത് സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട്, അതായത് സിറ്റുവേഷൻ എന്താണ് എന്ന് മനസ്സിലാക്കി വരുന്ന ആളുകളുണ്ട്. കടുത്ത അടിച്ചമർത്തൽ നേരിട്ട് അതിനോട് പോരാടി വരുന്ന ആളുകളുണ്ട്. ഒരു പക്ഷേ അവരുടെ ജീവിതത്തിൽ അവരെ അടിച്ചമർത്തിയിട്ടുള്ള അവരുടെ എല്ലാ ജീവിതത്തിനെ മുഴുവൻ ഏറ്റവും ദുസ്സഹമാക്കി തീർത്തിട്ടുള്ള പുരുഷന്മാരുണ്ടാവാം. ചില ആളുകൾക്കെങ്കിലും പുരുഷന്മാരോട് അത്തരത്തിലുള്ളൊരു വിരോധം ഉണ്ടായേക്കാം. ഇത് നേരെ തിരിച്ചും സംഭവിക്കും. എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള സ്ത്രീകൾ മുഴുവൻ, ഈ പ്രേമിക്കാൻ നടന്ന കാലത്ത് മുഴുവൻ എന്നെ എല്ലാവരും പറ്റിച്ചു എന്ന് പറഞ്ഞ് സ്ത്രീകൾ മുഴുവൻ തേപ്പുകാരികളാണെന്ന് പറഞ്ഞ് നടക്കുന്ന പുരുഷന്മാരെ നമുക്ക് കണ്ടെത്താൻ പറ്റും. അത് അവനവൻ കടന്നുപോയിട്ടുള്ള അവസ്ഥകളിൽ നിന്നുകൊണ്ട് ഒരു ജെൻഡറിനോട് തോന്നുന്നൊരു വെറുപ്പാണ്. ആ വെറുപ്പ് അനാവശ്യവുമാണ്. ഇതൊരു പക്ഷേ ഫെമിനിസ്റ്റ് ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരിൽ ചിലരിലെങ്കിലും നമുക്ക് കാണാനോ കേൾക്കാനോ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അതിനെ വെച്ച് ഫെമിനിസം മോശമാണെന്നും ഫെമിനിസ്റ്റുകൾ കുടുംബത്തിനെതിരാണ് എന്നൊക്കെ പറയുന്ന എത്രയോ ഫെമിനിസ്റ്റുകൾ വളരെ നല്ല സുന്ദരമായി ജീവിക്കുന്നു. അത് സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാരായിട്ടുള്ള എത്രയോ ഫെമിനിസ്റ്റുകൾ മനോഹരമായിട്ടൊരു കുടുംബജീവിതം സന്തോഷമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അത്തരം തുല്യത ഉറപ്പുള്ള കുടുംബങ്ങളിൽ വളരുന്ന കുട്ടികൾ നാളെ ഉറപ്പാക്കുന്നത് അവർക്കും അവരുടെ പങ്കാളികൾക്കും അവരുടെ കുഞ്ഞുങ്ങൾക്കും വളരെ സുന്ദരമായിട്ടുള്ളൊരു ജീവിതമാണ്. പിന്നെ കല്യാണം എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി ഒരാളുടെ മാത്രം ചോയ്സാണ്. അയാൾ കല്യാണം കഴിക്കണോ വേണ്ടി, അയാൾ ഫെമിനിസ്റ്റ് ആണെങ്കിലും അല്ലെങ്കിലും കല്യാണം കഴിക്കണോ വേണ്ടിയെന്ന് അവർ തീരുമാനിക്കട്ടെന്നേ. ഫെമിനിസ്റ്റുകൾ കല്യാണം കഴിക്കുന്നില്ല, എല്ലാ ഫെമിനിസ്റ്റുകളും കല്യാണം കഴിച്ചിട്ടേ ഫെമിനിസം പറയാവൂ എന്ന് പറയാനൊന്നും പറ്റില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലും സംഭവിക്കുന്നില്ലേ? ഈ ലോകത്തിന് എന്തൊക്കെയോ ഗുണകരമാവുന്ന കാര്യങ്ങൾ എല്ലാവർക്കും കൊടുക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എത്രയോ സന്യാസികൾ കല്യാണം കഴിക്കാതെ ജീവിക്കുന്നു. അവരൊക്കെ അടിസ്ഥാനപരമായി കുടുംബത്തിനെതിരാണ്. അതുകൊണ്ട് ഇവന്മാരൊന്നും താടി വളർത്തി പറയുന്നത് നമ്മൾ കേൾക്കേണ്ട കാര്യമില്ല എന്ന് രാഹുൽ ഈശ്വർ പറയൂ? ഇല്ലല്ലോ. അപ്പം നേരെ ഓപ്പോസിറ്റുള്ള കാര്യവും രാഹുൽ ഈശ്വർ അംഗീകരിച്ചേ പറ്റുള്ളൂ. ഇതിൽ പുള്ളി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിതീവ്രമായ പുരുഷന്മാരിൽ നിന്നുള്ള മോശം അനുഭവങ്ങളിൽ നിന്ന് കടന്നുപോയി പുരുഷ വിരോധം കുറച്ചെങ്കിലും ഉള്ളിൽ കൊണ്ടു നടക്കുന്ന കുറച്ച് ആളുകളെ ചൂണ്ടിക്കാണിച്ചിട്ട്, അല്ലെങ്കിൽ ഈ സ്വന്തം ആവശ്യത്തിന് വേണ്ടി പുരുഷനെ വളരെയധികം ദുരുപയോഗം ചെയ്യുകയും മോശമായി ട്രീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ള കുറച്ച് സ്ത്രീകളുടെ ഉദാഹരണങ്ങൾ എടുത്തു വെച്ചിട്ട് ഫെമിനിസം പറയുന്ന സ്ത്രീകൾ തുല്യതയ്ക്ക് വേണ്ടി വാദിക്കുന്നിടത്തെല്ലാം പുരുഷ വിരോധമാണ് തളം കെട്ടി നിൽക്കുന്നതെന്ന് പറയുന്ന ഒരു ഇമേജ് ബിൽഡ് ചെയ്യുകയാണ്. ബേസിക്കലി രാഹുൽ ഈശ്വർ എന്ന് പറയുന്നത് ഒരു കൺഫ്യൂഷൻ ഈശ്വരാണ്. അയാൾ എല്ലായിടത്തും ഈ കൺഫ്യൂഷൻ ഉണ്ടാക്കി നമ്മളെ യഥാർത്ഥ വിഷയത്തിലേക്ക് പോകാൻ അനുവദിക്കാതെ വാദിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഈ വിഷയത്തിൽ പുള്ളി പറഞ്ഞത് അതേ കാര്യം തന്നെയാണ്. ഫെമിനിസത്തിൻ്റെ ആ ആശയത്തിനോട് ചേർന്ന് നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ രാഹുൽ ഈശ്വർ പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഫെമിനിസം പോട്ടെ, ഇക്വാലിറ്റി വരട്ടെ എന്ന് പറയുന്ന ആ ഒരു വിവരക്കേടുണ്ടല്ലോ, അതിനെ പുള്ളി വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. ഫെമിനിസത്തിൻ്റെ ഡെഫിനീഷൻ എന്താണ് എന്നറിയാത്ത, അതിൻ്റെ കാര്യകാരണങ്ങളും അതിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ചും ഒക്കെ ധാരണ ഇല്ലാത്ത ഒരാളാണ് രാഹുൽ ഈശ്വർ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഫെമിനിസത്തിനെതിരെയുള്ള ആ ഒരു മോശം ഇംപ്രഷൻ അത് ആംപ്ലിഫൈ ചെയ്ത് കാണിക്കുക, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഭയങ്കര വലുതാണ്, പുരുഷന്മാർക്കെന്തോ അപകടം വരാൻ പോകുന്നു എന്ന് പറയുന്ന ആ നരേറ്റീവ് പ്രചരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു മനഃപൂർവ്വമായ ഉദ്ദേശമാണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത്. പിന്നെ ആ വിരോധത്തിനെ മുൻനിർത്തിക്കൊണ്ട് ഇവിടെ വളർന്നു വരാൻ ശ്രമിക്കുന്ന മെൻസ് അസോസിയേഷൻ, മെൻസ് അസോസിയേഷൻ വരുന്നത് വേറൊരു വഴിക്കാണ്. പുള്ളി അതിൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ കയറി നിൽക്കുകയാണ്. അങ്ങനെ ആ വഴിക്ക് വരുന്ന ആ ഒരു സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ അതും പുള്ളിയുടെ ലക്ഷ്യമായിരിക്കും. അടുത്ത റീലിലേക്ക് നമ്മൾ പോകുകയാണ്. ഈ പറയുന്ന ചെറുക്കന്റെ അച്ഛന്റെയും അമ്മയുടെയും കൂടെ നിൽക്കാൻ പറ്റത്തില്ല. ഇതിപ്പോ സംഭവിച്ചത് അങ്ങനെയാണ്. അമ്മയുടെ കൂടെ ഒപ്പം നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ അവസാനം ചെറുക്കൻ അവന്റെ ജീവൻ ഇല്ലാതാക്കി. പെണ്ണിന്റെ കേസ് ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. ചില പെൺപിള്ളേരെ കെട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരും. ചില വീടുകളിൽ ചിലപ്പോൾ 2 ആൺപിള്ളേരായിരിക്കും, 3 ആൺപിള്ളേരായിരിക്കും, അല്ലെങ്കിൽ ഒറ്റ മോനായിരിക്കും. അപ്പൊ എന്തായിരുന്നാലും ബാക്കിയുള്ള ആമ്പിള്ളേരെല്ലാം വീട് വെച്ച് മാറി കഴിയുമ്പോൾ അച്ഛന്റെ അമ്മയുടെ കൂടെ ഈ മോൻ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഈ വന്നു കയറുന്ന പെണ്ണിന് ഈ അച്ഛന്റെ അമ്മയുടെ കൂടെ നിൽക്കാൻ പറ്റില്ല. ഇവരെ ഒറ്റയ്ക്ക് അടർത്തി എടുത്ത് മാറ്റി കൊണ്ടുപോകണം. അവനൊരു കുടുംബം മുട്ടിക്കാനായിട്ട് വിടുന്ന പാടവനറിയായിരിക്കും. അതിന്റെ ഇടയ്ക്ക് ഇവിടെ കൊണ്ട് വേറെ വീട്ടിലേക്ക് മാറി താമസിക്കാനുള്ള ചെലവ് ആലോചിച്ച് നോക്കി. ചെലവ് പോട്ടെ, അവന്റെ മാനസിക നിൽക്കുന്നു, അല്ലെങ്കിൽ അമ്മ കൂടെ നിൽക്കുന്നു. അവരോടൊപ്പം ബാക്കിയുള്ള ജീവിതകാലം മുഴുവൻ ഈ പറയുന്ന കുടുംബമായിട്ട് ഇവര് ഇവരെ കുട്ടികളായിട്ട് ജീവിക്കണമെന്നല്ലേ അമ്മ ആഗ്രഹിക്കുന്നു. അപ്പൊ ചോദിക്കും, ഈ പെണ്ണ് അവരുടെ വീട് വിട്ട് വന്നില്ലേ? നമ്മുടെ നാട്ടു നടപ്പിന്റെ കാര്യം ഞാൻ പറയുന്നത്. ചെറുക്കന്റെ വീട്ടിലേക്ക് ഒരു പെണ്ണിനെ പുതുതായിട്ട് കെട്ടിക്കൊണ്ട് വരുന്നു.
ആ ചെറുക്കന്റെ അച്ഛനും അമ്മയും പ്രായമായി കഴിഞ്ഞാൽ നാട്ടുകാരപ്പം അതിൽ സെറ്റിൽ ചെയ്തു, പിന്നെ ചോദ്യമൊന്നുമില്ല. നമ്മൾ വിദേശത്തൊന്നുമല്ല, വിദേശത്തൊക്കെ ആണെങ്കിൽ പ്രായപൂർത്തി ആയി കഴിഞ്ഞാൽ അച്ഛനും അമ്മയും അവരുടെ വഴിക്കും മക്കളുടെ വഴിക്ക് പോകും. പക്ഷെ നമ്മുടെ നാട്ടിലെ രീതി എന്ന് പറയുന്ന സംസ്കാരത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഈ പറയുന്ന അച്ഛൻ അമ്മ മക്കൾ ബന്ധങ്ങൾക്ക് വാല്യൂ കൊടുക്കുന്ന ഒരു അവിടെ അച്ഛനും അമ്മയും കൂടെ നിൽക്കണമെന്നാണ് ആ മകൻ ആഗ്രഹിക്കുന്നത്. അവരെ ഈ അച്ഛനെയും അമ്മയും ഈ ഭർത്താവിന്റെ അച്ഛനെയും അമ്മയും സ്വന്തം അച്ഛനമ്മയായിട്ട് കാണാൻ ഈ പറയുന്ന വന്ന് കയറി നോക്ക് പറ്റത്തില്ല. പിന്നെ ഈ പറയുന്ന അമ്മയും അമ്മയും നമ്മൾ ഒട്ടും ന്യായീകരിക്കാൻ പറ്റത്തില്ല. അവർ ഈ പറയുന്ന പെണ്ണിനെ അക്സെപ്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല. പക്ഷെ ഈ പറയുന്ന പ്രായമായ അവരെ നമുക്ക് തിരുത്താൻ പറ്റത്തില്ല. വന്നു കയറുന്ന പെണ്ണിനൊന്നും മനസ്സിലാക്കാമല്ലോ. അവരെന്തെങ്കിലും പറയുന്നെങ്കിൽ ഈ ചെവി കൂടെ ആ ചെവി കൂടെ കളാം, അങ്ങനെ ജീവിക്കും. പ്രശ്നം അത് പറ്റത്തില്ല. അവൾക്ക് ഉടനെ ഇവനെ വിളിച്ചോണ്ട് ഇറങ്ങണം. ഇവനാണെങ്കിൽ ഇവന്റെ മാനസികാവസ്ഥകൾ ആലോചിച്ച് നോക്കണം. ഇത് കാണുന്ന കല്യാണം കഴിഞ്ഞ ഭർത്താക്കന്മാർ ഒരു 95% ആളുകൾക്ക് ഇത് മനസ്സിലാവും. ഭാര്യ വന്നിരുന്നോണ്ട് അമ്മയുടെ കുറ്റം പറയും, അതായത് ഈ ചെറുക്കന്റെ അമ്മയുടെ കുറ്റം പറയും. ഈ ചെറുക്കന്റെ അമ്മ വന്നിരുന്നോണ്ട് അവന്റെ അടുത്ത് ഈ ഭാര്യയുടെ കുറ്റം പറയും. രണ്ടിന്റെ ഇടയ്ക്ക് നിന്ന് അവൻ കിടന്ന് പട്ടം കറങ്ങുന്ന താറാവിനെ പോലെ കറങ്ങുന്ന അവസ്ഥ പലപ്പോഴും പല പുരുഷന്മാർക്കും ഉണ്ടായിട്ടുണ്ടാവും. ഇങ്ങനെ മനസ്സിലാക്കി വന്നു കയറിയ പെണ്ണും ഈ വീട്ടിലെ ചെറുക്കന്റെ അമ്മയും ഒന്ന് മനസ്സിലാക്കുക, നിങ്ങൾ രണ്ടുപേരോട് ചേർന്നിട്ട് ഈ പറയുന്ന പാവം പയ്യന്റെ ജീവിതം ഒന്ന് കളയുന്നുണ്ട്. അവസാനം പുരുഷനിലേക്ക് എത്തി. നഷ്ടം. അവളിനിപ്പോ കുറച്ച് കഴിയുമ്പോൾ അവള് കിട്ടി പോകും, അമ്മയുടെ വഴിക്ക് പോകും. ചെറുക്കന്റെ ജീവൻ പോയില്ലേ, ജീവിതം പോയില്ലേ. നമുക്ക് മോൻ പോയി എന്ന് പറഞ്ഞൂടെ. ഒരു വിചാരമുണ്ട്, അമ്മയോട് കൂടുതൽ സ്നേഹം കാണിക്കും, എന്നോട് സ്നേഹം കുറയുന്നു. ഭാര്യയോട് അച്ഛക്ക് സ്നേഹം കൂടുതൽ കാണിക്കട്ടെ. അവര് ആ മോനെ പൊന്നു പോലെ വളർത്തി കുഞ്ഞാരിച്ച് വലുതാക്കിയത് കൊണ്ടല്ലേ നിങ്ങൾക്ക് കെട്ടാനായിട്ട് അവനെ കിട്ടിയത്. നിങ്ങൾ സ്നേഹലോലുപനായിട്ട് ഭർത്താവിനെ കിട്ടിയതുകൊണ്ടല്ലേ. ഇച്ചിരി അമ്മയോട് തിരിച്ച് സ്നേഹം കാണിക്കട്ടെ. അമ്മയല്ലേ, വലിയ അന്യ പെണ്ണുങ്ങളൊന്നും അല്ലല്ലോ, അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയൊന്നും അല്ലല്ലോ, സ്വന്തം അമ്മയല്ലേ, ഇച്ചിരി സ്നേഹം കാണിക്കട്ടെ എന്നീ വന്ന് കയറുന്ന പെൺപിള്ളേരോട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നല്ല ജീവിതം, മുന്നോട്ട് ശോഭനമായ ജീവിതമുണ്ട്. ആ അമ്മയെ സ്വന്തം അമ്മയായിട്ടാണ് നിങ്ങളുടെ വീട്ടിലെ പെൺപിള്ളേർ, നിങ്ങളുടെ വീട്ടിലെ അമ്മമാര് അതും ഇതൊക്കെ പറയും. അപ്പൊ നിങ്ങൾക്ക് പ്രത്യേകിച്ചും തോന്നുന്നില്ല, നിങ്ങൾ നേരെ തിരിച്ചുകൊണ്ട് പറയും. പക്ഷെ വീട്ടിൽ ഭർത്താവിന്റെ അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ എന്നെ കുറ്റപ്പെടുത്തി, എന്നെ മാത്രം പറഞ്ഞു, എന്നെ മാത്രം അങ്ങനെ ചെയ്തു, അത് മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ സ്വന്തം അമ്മയായിട്ട് കാണുക. അവർ പറയുന്നെങ്കിൽ ഈ ചെവിടെ കിട്ടാ അച്ചവിടെ കളാ. ആ ഭർത്താവിന് ടെൻഷൻ കൊടുത്ത് അയാളെയും പെടുത്തി വീട്ടിലും പ്രശ്നം ഉണ്ടാക്കി അവനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി അവന് ഫിനാൻഷ്യലി മെന്റലി ഒന്നും സ്റ്റേബിൾ അല്ലാതെ, ഫിസിക്കലി സ്റ്റേബിൾ അല്ലാതെ അവൻ ജീവൻ കളയുന്ന അവസ്ഥയിലേക്ക് പോകും. പല പുരുഷന്മാർക്കും അനുഭവിക്കുന്ന അവസ്ഥയാണ്. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. വെട്ടിയിട്ടാലും പൊട്ടി മുടക്കണം. അതെന്തുകൊണ്ടാണ് ഒരു ലാസ്റ്റ് പറഞ്ഞാൽ വെട്ടിയിട്ടാൽ പൊട്ടി മുളയ്ക്കണമെന്നുള്ളത്? വെട്ടിയിട്ടാൽ എല്ലാം ഒന്നും പൊട്ടി മുളയ്ക്കില്ല, ചിലതൊക്കെ വെട്ടി അതോടുകൂടി തീരും. എനിക്ക് ആക്ച്വലി നമ്മൾ ഈ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്ന ആൾക്കാരില്ലേ, അവരെയൊക്കെ ഉപദേശിക്കുന്ന കുറച്ച് അമ്മാവന്മാരും അമ്മായിമാരും ഒക്കെ ഉണ്ട്. എന്തുവാ ഇത് എന്ന് പറഞ്ഞ് സംസാരിച്ച് തുടങ്ങുന്ന ആ സാധനം അതുപോലെ ഇരുന്ന് കേൾക്കുന്ന പോലെ ഉണ്ടായിരുന്നു. പെണ്ണ് പുരുഷൻ്റെ വീട്ടിലേക്ക് കെട്ടിക്കയറി വരുന്നു എന്ന് പറയുന്ന ആ സാധനം ഉണ്ടല്ലോ, ആ സംഭവത്തിനെ കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല. കാര്യം നമ്മുടെ നാട്ടിലെ സംസ്കാരത്തിനെ കുറിച്ച് നമ്മുടെ ഒരു രീതിയുണ്ട്, ആ രീതിയെക്കുറിച്ച് ഞാൻ പറയുന്നത്. ആ രീതിക്ക് അപ്പുറം ഇപ്പുറം ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ വാദിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനകത്ത് ഒന്നും പറയാനില്ല. അടിസ്ഥാനപരമായി എല്ലാവരും ഇൻഡിവിജ്വൽസാണ്, എല്ലാവരും വ്യക്തികളാണ്. വ്യക്തികൾക്ക് അവരവരുടെ ഇഷ്ടങ്ങളുണ്ട്, ഇഷ്ടക്കേടുകളുണ്ട്. അതിനനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ രീതി ഇതാണ് എന്നൊന്നും നിങ്ങളവിടെ കൊട്ടിക്കുഴിച്ചിട്ട് കാര്യമില്ല. ഒരു സ്ത്രീയും പുരുഷനും വിവാഹം കഴിക്കുന്നു, രണ്ടു പേർക്കും കൂടി ഒരുമിച്ച്. ചില ആളുകൾക്ക് പ്രിഫറൻസ് ഉണ്ടാവും, ഞാൻ ജോലിക്ക് പോകില്ല, അല്ലെങ്കിൽ എന്നെ കല്യാണം കഴിക്കുന്ന ആൾ ജോലിക്ക് പോകേണ്ടതായിരിക്കും. പ്രിഫറൻസുകളൊക്കെ മാച്ചായി എല്ലാം സെറ്റായി വരികയാണെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചാൽ മതി. ഒരുമിച്ച് ജീവിക്കുന്നതാണ് നല്ലത് കേട്ടോ. പക്ഷേ രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുമ്പോൾ രണ്ട് പേരുടെയും പ്രിഫറൻസുകൾ എന്തൊക്കെയാണ് എന്നുള്ളതും യോജിക്കാനാവാത്തതും യോജിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ, അഡ്ജസ്റ്റ് ചെയ്യാനും ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ പരസ്പരം ഡിസ്കസ് ചെയ്ത് ഉറപ്പിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അവിടെ ഇവർക്ക് ഈ പറയുന്ന പെണ്ണിനെ പോറ്റാൻ വേണ്ടി സ്വന്തം വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നാൽ രണ്ടട്ടം കൂട്ടിമുട്ടിക്കാൻ പറ്റാതെ കഷ്ടപ്പെടുമെന്ന് പറയുന്ന ഈ മകന് എന്തുകൊണ്ട് അവൻ കല്യാണം കഴിച്ചാൽ നമുക്ക് മാറി താമസിക്കാമെന്ന് പറയുന്ന ആ ഭാര്യയോട് അപ്പോൾ നീയും കൂടി ജോലിക്ക് പോകേണ്ടി വരും, എന്നാലും നമുക്ക് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു കാര്യം പറയുമ്പോൾ അവൾ ജോലിക്ക് പോകാൻ തയ്യാറാണെങ്കിൽ മാറി താമസിക്കുന്നതിൽ എന്താണ് കുഴപ്പം? ഇനി എൻ്റെ ഭാര്യ ജോലിക്ക് പോകാൻ പാടില്ല എന്ന് നിർബന്ധമുള്ളവനാണെങ്കിൽ, സ്വന്തം വീട്ടിൽ നിന്ന് മാറി താമസിക്കേണ്ടി വന്നാൽ സാമ്പത്തികമായി തകർന്നു പോകുന്ന അവസ്ഥയിലാണെങ്കിൽ അവൻ കല്യാണം കഴിക്കാൻ പ്രിപ്പയർഡ് ആയിട്ടില്ല. അവൻ ഫ്യൂച്ചർ ലൈഫ് ഉണ്ടാക്കാൻ വേണ്ടി വേറൊരു വ്യക്തിയെ കൂടി കൊണ്ടുവരാനും ആ കുടുംബം എന്ന് പറയുന്ന ആ സ്ട്രക്ചറിനകത്തേക്കും കൂടുതൽ കുഞ്ഞുങ്ങളെ കൊണ്ടുവരാനും അവൻ പ്രിപ്പയർഡ് അല്ല. അപ്പനും അമ്മയും കെട്ടിയിട്ടിരിക്കുന്ന വീടും കണ്ടുകൊണ്ട് കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് എന്തൊരു മോശം പരിപാടിയാണ്. പ്രായമായവരല്ലേ, അവരെന്തെങ്കിലുമൊക്കെ പറയും, അത് ഒരു ചെവി കൂടി കേട്ട് മറ്റേ ചെവി കൂടി കളയാമെന്ന് പറയാൻ ഭയങ്കര എളുപ്പമാണ്. വെള്ളമൊടിച്ച് ബോധമില്ലാതെ ഒരു വല്യപ്പൻ നിങ്ങളെ വന്ന് പച്ച തെറി വിളിക്കുകയാണ്. എത്ര നേരം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കും? അതായത് നിങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങൾ എവിടെയെങ്കിലും നിൽക്കുമ്പോൾ അവിടെ വരുന്നു, നിങ്ങൾ തിരിഞ്ഞാൽ കുറ്റം നിന്നാ കുറ്റം എന്ന് പറഞ്ഞ് ചീത്ത വിളിച്ചാൽ എത്ര വട്ടം പ്രായമുള്ള ആളല്ലേ പോട്ടേന്ന് നോക്കാമെന്ന് പറഞ്ഞ് കേട്ടുകൊണ്ടിരിക്കും. അതേ പ്രായമൊന്നും ഞാൻ നോക്കില്ല, എൻ്റെ സ്വഭാവം മാറും എന്ന് പറയുന്ന ആൺകുട്ടികളാണ് നമ്മുടെ നാട്ടിൽ ബഹുഭൂരിപക്ഷവും. പിന്നെ കുറച്ച് എന്നെ പോലത്തെ ഇൻട്രോവേർട്സ് ഉണ്ടാവുമായിരിക്കും, അത് പറയുന്നതിന് പോലെ അവിടുന്ന് ഓടി രക്ഷപ്പെടാനുള്ള വഴിയായിരിക്കും അവർ നോക്കുക. എന്തായാലും അത് കേട്ടോണ്ട് നിൽക്കില്ല. അത് ഒരു സമയത്തിനപ്പുറം കേട്ടുകൊണ്ടിരിക്കാൻ ബുദ്ധിമുട്ടാണ്. പ്രായത്തിൻ്റെ ആനുകൂല്യം കൊടുത്ത ഒരാളെ കേൾക്കാതിരിക്കുക എന്ന് പറയുന്നൊരു സംഭവമില്ല. പ്രത്യേകിച്ച് ഒരു വീട്ടിൽ തന്നെ കഴിയുമ്പോൾ തൊട്ടതിനും പിടിച്ചതിനും കുറ്റം കേൾക്കേണ്ടി വരുമ്പോൾ സ്വാഭാവികമായും ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ എതിർപ്പുണ്ടാവും. ആ എതിർപ്പ് പ്രകടിപ്പിക്കുമ്പോൾ അത് വിപ്ലവമായി മാറാൻ സാധ്യതയുണ്ട്, രക്തച്ചൊരിച്ചിലുണ്ടാവും തോന്നിക്കഴിഞ്ഞാൽ അവിടുന്ന് മാറാനുള്ള വഴി നോക്കും. അതായിരിക്കും ഈ സ്ത്രീ ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാവുക. ഇനി അത് കേട്ട് സ്വന്തം അമ്മയില്ലെന്ന് വെച്ച് നീ സഹിക്കണം, സഹിച്ചും പുറത്തും കഴിയണം എന്ന് ഈ സ്ത്രീയോട്, നിങ്ങൾ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന പെൺകുട്ടിയോട് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ അമ്മ
നിങ്ങളുടെ അച്ഛൻ അവരുടെ വീട്ടിൽ തന്നെ അയാളുടെ വീട്ടിൽ തന്നെ താമസിക്കണമെന്ന് വാശി പിടിച്ചതിൻ്റെ ഭാഗമായി അങ്ങേരുടെ അമ്മയുടെ വായിലിരിക്കുന്നത് മുഴുവൻ കേട്ട് പ്രായമുള്ള ആളല്ലേ, സ്വന്തം അമ്മയെപ്പോലെ കണ്ട് സഹിക്കുക, അത് അവരുടെ അവകാശമാണെന്നും ഞാനിത് കേൾക്കേണ്ട അടിമയാണെന്നുമുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ട് അത് അവിടെ നിന്ന് സഹിച്ചൊരു സ്ത്രീ ആയിരിക്കും. ആ സഹിച്ച് അവർക്കിത് പുറത്തേക്ക് വിടണമല്ലോ, അതിനു വേണ്ടിയാണ് അവരുടെ കൂടെ നിൽക്കുന്ന മരുമോളെ അവർക്ക് കിട്ടുന്നത്. അത് അവരിവിടെ മുഴുവൻ ഇഞ്ചെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് മുഴുവൻ നിങ്ങൾ എൻ്റെ അമ്മയല്ലേ, പ്രായമുള്ള ആളല്ലേ, നീ സ്വന്തം അമ്മയെ കണ്ടങ്ങ് സഹിക്കൂ എന്ന് പറയുമ്പോൾ ഈ സ്ത്രീയെ അടുത്ത ജനറേഷന് ഏറ്റവും വെറുപ്പുള്ള ഒരു അമ്മായിയമ്മയാക്കി മാറ്റാൻ ട്രെയിൻ ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവരിതാണ് കേൾക്കുന്നത്. അമ്മായി അമ്മ എന്ന് പറയുന്നത് മുതലാളിയാണെന്നും മരുമോൾ എന്ന് പറയുന്നത് അടിമയാണെന്നും പറയുന്ന ഒരു ബോധ്യം ഇവിടെ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളുടെ മകനും അവൻ്റെ ഭാര്യയും ബുദ്ധിമുട്ടാൻ പോവുകയാണ്. എന്തിനാണ് അവരിങ്ങനെ ഇത്രയും മോശം ഒരു അമ്മായിയമ്മയായി വാർത്തെടുക്കാൻ വേണ്ടി നിങ്ങൾ മരുന്നിട്ട് കൊടുക്കുന്നത്? നമ്മുടെ നാട്ടിലെ പ്രശ്നം എന്ന് പറയുന്നത് പ്രായമായാൽ അവരെ നോക്കി ജീവിക്കണം എന്ന് പറയുന്നത്. കാരണം ഇത് പറയുമ്പോൾ നമ്മൾ ടോട്ടൽ സിസ്റ്റത്തിനെ കുറിച്ച് പറയണം. മക്കളെന്ന് പറയുന്നത് അച്ഛനമ്മമാരെ നോക്കാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ടവരാണെന്നും അച്ഛനമ്മമാർ അവരുടെ ജീവിതത്തിൽ ഒന്നും സമ്പാദിക്കാതെ അവർക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ഒന്നും മാറ്റി വെക്കാതെ എല്ലാം മക്കൾക്ക് വേണ്ടി വിട്ടുകൊടുക്കേണ്ടവരാണെന്നും അത് കഴിഞ്ഞ് മക്കളുടെ തണലിൽ ജീവിക്കേണ്ടവരാണെന്നും ഒക്കെ പറയുന്ന ഒരു സിസ്റ്റം ഇവിടെ കണ്ടിന്യൂ ചെയ്തു പോകാം. നമ്മുടെ നാട്ടു നടപ്പെന്ന് പറഞ്ഞില്ലേ ഈ സാധനം, ഇതിൻ്റെ പേരിൽ ഇവിടെ നരയിക്കുന്ന അപ്പനമ്മമാരുണ്ട്. ഈ പറയുന്ന ആജീവനാന്തം മക്കൾക്ക് വേണ്ടി ജീവിച്ചു, സ്വന്തമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഒന്ന് പുറത്തു പോകണമെങ്കിൽ പോലും മക്കളുടെ മുന്നിൽ കൈ നീട്ടേണ്ടി വരുന്ന അപ്പനമ്മമാർ അനുഭവിക്കുന്ന ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ചില ആളുകൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. കാരണം ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുത്തതാണ്, അതുകൊണ്ട് അവരെനിക്ക് തരാൻ ബാധ്യസ്ഥരാണ് എന്ന് വിശ്വസിച്ച് ചിലപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടാകും. ഇതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടേണ്ടി വരുന്ന മക്കളുണ്ട്. ഞാനൊന്ന് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടില്ല, പക്ഷേ ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയും കൂടി നോക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. അവനവനുള്ളത് ഉണ്ടാക്കുക. നിങ്ങൾ മക്കളെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്കൊരു പ്രായപൂർത്തിയാകുന്നവരെ അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങളും അവർക്ക് വഴി കാണിച്ചു കൊടുക്കലും എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് പോവുക. അതിനുശേഷം അവരൊരു വിവാഹ ജീവിതത്തിലേക്ക് കിടക്കുമ്പോൾ അവരുടെ പ്രിഫറൻസുകളിൽ മാറ്റം ഉണ്ടാവും. അതിനെ അംഗീകരിച്ചുകൊണ്ട് ഒരു അത്യാവശ്യം വന്നാൽ വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്തിന് മല്ലിക സുകുമാരനൊക്കെ പറഞ്ഞിട്ടില്ലേ, ഞാൻ എൻ്റെ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്, എൻ്റെ മക്കൾ രണ്ടുപേരും അവരവരുടെ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ ഇങ്ങോട്ട് വരും, അല്ലെങ്കിൽ എനിക്ക് അങ്ങോട്ട് പോകാമല്ലോ. അങ്ങനെ സ്വന്തമായി ജീവിക്കുക എന്ന് പറയുന്ന ആ ഒരു കാര്യമുണ്ടല്ലോ, അതിന് ടോട്ടലി പ്രിപ്പയർഡ് ആവേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് അച്ഛനോടും അമ്മയോടും നിങ്ങൾ മക്കളെ ഒന്നും പ്രതീക്ഷിക്കാതെ മാറി താമസിക്കണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ ജീവിതം മുഴുവൻ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇത് ഒരു മാറ്റം വരേണ്ടുന്ന കാര്യമാണ്. ആ മാറ്റത്തിൻ്റെ തുടക്കം നിങ്ങൾക്ക് ആവാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ മക്കളും നിങ്ങളീ അനുഭവിക്കുന്നത്, അതായത് ഈ ഇപ്പോൾ സൂയിസൈഡ് ചെയ്തു എന്ന് പറയുന്ന പയ്യനില്ലേ, അവൻ അനുഭവിക്കുന്ന അതേ മാനസിക വ്യഥയിലേക്ക് നീ നിൻ്റെ മോനെയും വളർത്തിക്കൊണ്ടിരിക്കുകയാണ്, പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്യല്ലേ. ഈ സിസ്റ്റത്തിലൊരു മാറ്റം ഉണ്ടാവണ്ടേ. നിങ്ങളുടെ അമ്മയും ഭാര്യയും ഒന്നിച്ചു പോകുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ ചില പ്രശ്നങ്ങളുണ്ട്. അത് അവരോട് തന്നെ സോൾവ് ചെയ്യാൻ പറയാം. അവർക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നതന്നെയാണ്. മനുഷ്യന്മാർ സമാധാനത്തോടെ ജീവിക്കുന്നതല്ലേ നല്ലത്. പിന്നെ അമ്മയോടാണോ ഭാര്യയോടാണോ കൂടുതൽ സ്നേഹം എന്നൊക്കെ പറയുന്ന കണക്കെടുപ്പും പരിപാടിയും. ഒരു ജീവിത പങ്കാളി എന്ന് പറയുന്നത് നിങ്ങളോടൊപ്പം ഒരു 30, 40, 50 വർഷം വരെയൊക്കെ ജീവിക്കാനുള്ള ഒരാളാണ്. അയാളുടെ ജീവിതത്തിലെ മറ്റെല്ലാ കാര്യങ്ങളും മറ്റ് പല കാര്യങ്ങളും മാറ്റി വെച്ചുകൊണ്ടാണ് നിങ്ങൾക്കൊപ്പം നിൽക്കുന്നത്. ഇഷ്ടങ്ങൾ ചിലപ്പോൾ ഒരുമിച്ച് പോകും, ചിലപ്പോൾ ഒരുമിച്ച് പോകാത്ത ചില ഇഷ്ടങ്ങളെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കും, ഒറ്റയ്ക്കാക്കി ചിലപ്പോൾ മാറ്റി വെക്കും. അങ്ങനെയൊക്കെ നമ്മൾ ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് അയാൾക്ക് നമ്മളൊരു പ്രിഫറൻസ് കൊടുക്കണം. അയാളുടെ ഇമോഷൻസ് നമ്മൾ കാണണം, അയാൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം. അല്ലാതെ ഞാൻ കല്യാണം കഴിച്ചു, ഞാൻ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണല്ലോ നിനക്ക് കല്യാണം കഴിക്കാൻ പറ്റിയത്, എന്നെ ഇങ്ങനെ നിർത്തിയതുണ്ടല്ലോ ഇവർ രണ്ടുപേരും കൂടി, അതുകൊണ്ട് നീ ഇവരുടെ അടിമയായിട്ട് ജീവിക്കണമെന്ന് പറയേണ്ട കാര്യമൊന്നും അവിടെ ഇല്ല. അച്ഛനോടും അമ്മയോടും ഉള്ള കടപ്പാടും സ്നേഹമൊക്കെ വെച്ചുകൊണ്ട് അവർക്ക് സ്വതന്ത്രമായി സന്തോഷമായി ജീവിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് അവരെ മാറ്റുക. നമുക്ക് സ്വതന്ത്രമായി സന്തോഷമായി നമ്മുടെ പാർട്ട്ണറോടൊപ്പം ജീവിക്കാൻ പറ്റണം. നല്ല കുടുംബ പശ്ചാത്തലം കണ്ടു വളരുന്ന മക്കളുണ്ടാവണം. അച്ഛൻ അമ്മയ്ക്കോ അമ്മ അച്ഛനോ അല്ലെങ്കിൽ അമ്മ അച്ഛൻ്റെ അമ്മക്കോ അടിമയല്ല എന്നൊക്കെയുള്ള ആ കൺസെപ്റ്റ് കണ്ടു വളരണം പിള്ളേർ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ നാട്ടിലെ വിവാഹത്തിൽ ഉണ്ടായി വരേണ്ടുന്ന, കുറേശ്ശൊക്കെ ഉണ്ടായി വരുന്നുണ്ട്, പക്ഷേ നിർബന്ധമായും ഉണ്ടാവേണ്ടുന്ന ഒരു കൾച്ചർ എന്ന് പറയുന്നത് അവനവൻ്റെ പ്രിഫറൻസുകൾ കല്യാണത്തിന് മുമ്പ് ആദ്യമേ സംസാരിക്കുക. ആ പ്രിഫറൻസ് മാച്ച് ആവുന്നില്ലെങ്കിൽ കല്യാണം വേണ്ടെന്ന് വെക്കാനുള്ളൊരു ആ ഒരു സ്ട്രെങ്ത്തിലേക്ക് നമ്മുടെ ഈ വധുവരന്മാർ രണ്ടുപേരും എത്തിച്ചേരേണ്ടതുണ്ട്. ഇപ്പോൾ ഈ സിറ്റുവേഷനിൽ, ഈ പറയുന്ന സിറ്റുവേഷനിൽ ആ പയ്യൻ എന്തുകൊണ്ട് പെൺകുട്ടിയോട് വിവാഹത്തിന് മുമ്പേ പറഞ്ഞില്ല? അതായത് എനിക്ക് അച്ഛനും അമ്മയൊക്കെ ഉണ്ട്, എനിക്ക് അച്ഛനും അമ്മയുമാണ് ഏറ്റവും പ്രധാനം, അവരുടെ കാലം കഴിയുന്നത് വരെ ഞാൻ അവർക്കൊപ്പമാണ് താമസിക്കുക, എൻ്റെ മെയിൻ പ്രിഫറൻസ് എന്ന് പറയുന്നത് അവരും അവരുടെ സന്തോഷവും അവരുടെ സമാധാനമാണ്. അപ്പോൾ കെട്ടിക്കയറി വന്നതിന് ശേഷം നീ ചിലപ്പോൾ അമ്മയുടെ വായിരിക്കുന്നതൊക്കെ കേട്ടെന്ന് വരും, അമ്മയുടെ സ്വഭാവം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത് ഒരു ചെവി കൂടി കേട്ട് മറ്റേ ചെവി കൂടി കളഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് നിന്ന് പോകാമെങ്കിൽ മാത്രം നീ വിവാഹത്തിന് സമ്മതിച്ചാൽ മതി. കാര്യം എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് അതാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ ഇന്നത്തെ കാലത്ത് ജീവന് കൊതയുള്ള ഒരു പെൺകുട്ടിയും ഇവനെ കല്യാണം കഴിക്കാൻ പോകുന്നില്ലായിരുന്നു. അങ്ങനെ അവന് സമാധാനമായിട്ട് അവൻ്റെ അച്ഛനും അമ്മയും നോക്കി ജീവിക്കാമായിരുന്നു. ഇനി ആ പെൺകുട്ടിക്ക് ആദ്യമേ പറയായിരുന്നു, അതെ
നിങ്ങളുടെ വീട്ടിൽ അച്ഛനും അമ്മയും ഉണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം. എനിക്ക് കല്യാണം കഴിഞ്ഞാൽ ഞാനും എൻ്റെ ഭർത്താവും എന്ന് പറയുന്ന ഒരു കുടുംബം ഫ്രഷായിട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അച്ഛനെയും അമ്മയും വേണ്ടാന്ന് വെക്കുകയല്ല, അവരെ നമുക്ക് ഒഴിവുള്ള ദിവസങ്ങളിൽ പോയി കാണാം, അവർക്ക് വയ്യാതെ വരുന്ന സമയത്ത് നമുക്ക് അവർക്കൊപ്പം ഇരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. പക്ഷേ അവർക്കൊപ്പം താമസിക്കുക, അവർ പറയുന്നത് മുഴുവൻ അനുസരിച്ച് അവരുടെ കൂടെ ജീവിക്കുക, അതെനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എനിക്ക് നമ്മുടേതായ ഒരു ജീവിതം ഉറപ്പ് തരാൻ പറ്റുമെങ്കിലേ ഞാൻ ഈ കല്യാണത്തിലേക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇത് രണ്ടുപേർക്കും സെറ്റാവുന്നെങ്കിൽ മാത്രം കല്യാണം കഴിച്ചാൽ മതി, അല്ലെങ്കിൽ ആ കല്യാണം വേണ്ടെന്ന് നോക്കാം. ആ ഒരു രീതിയിലായിരുന്നെങ്കിൽ ഈ ചെക്കൻ ജീവിതം അവസാനിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ലായിരുന്നു. നമ്മൾ ഈ അമ്മാവൻ വർത്താനം കേൾക്കേണ്ടിയും വരില്ലായിരുന്നു. ഇനി നമുക്ക് അടുത്ത റീലിലേക്ക് പോവാം. ഏതെങ്കിലും ഒരു പെണ്ണ് അവൾ സുഗന്ധം ഉപയോഗിക്കുന്നു, അടിച്ചു വീശുന്ന സുഗന്ധം ഉപയോഗിക്കുന്നു, എന്നിട്ടൊരു ജനതക്കരികിലൂടെ അവൾ നടന്നു പോകുന്നു, സുഗന്ധം ഉപയോഗിച്ചത് മറ്റുള്ളവരൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് മണമൊന്ന് കണ്ട് എന്നിലേക്കൊന്ന് ആകർഷിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് സുഗന്ധം ഉപയോഗിച്ച് പുറത്തിറങ്ങുന്ന പെണ്ണ് അവൾ വേശ്യയാകുന്നു, വ്യഭിചാരിണിയാകുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതായത് ഞാൻ ഒരുപാട് പുരുഷന്മാരെ ഞാൻ കണ്ണൂരൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ അത്തർ ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഓഫീസിലൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമാണ്, നല്ല മണമൊക്കെയാണ്. അപ്പോൾ ഞാൻ അവനോട് ചോദിക്കണം ഇത് ഏതാണ് സാധനം. അപ്പോൾ അത് പറയുമ്പോൾ നമ്മൾ ഗൾഫിലുള്ള ഇന്ന ആൾ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് തന്നാണെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ അവൻ ആ അത്തറടിക്കുന്നത് പെണ്ണുങ്ങളെ വശീകരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്കിതുവരെ ഫീൽ ചെയ്തിട്ടില്ല. അവനങ്ങനെ ചെയ്യാത്തിടത്തോളം അതേ അത്തർ ഒരു സ്ത്രീ ഉപയോഗിച്ച് പുറത്തിറങ്ങി നടക്കുമ്പോൾ അവൾ പുരുഷന്മാരെ വശീകരിക്കാൻ ഇറങ്ങി നടക്കുകയാണ്. ഞാനൊക്കെ ബോഡി സ്പ്രേ കൂടുതൽ ഉപയോഗിക്കുക, വേർതിരിക്കുകയാണ്, ഭയങ്കര സ്മെല്ലൊക്കെ ആയാലും വേണ്ട എന്ന് വിചാരിച്ചിട്ട് ചിലർ ചെയ്യും. ഞാൻ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ് അവരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, നമ്മളൊരു റൂമിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് നമ്മൾ അവിടെ ഒരു ഫ്രഷ് ഫീൽ കൊണ്ട് കൊടുക്കണം. അപ്പോഴാണ് അവർക്ക് നമ്മളോടും സംസാരിക്കാനൊരു സന്തോഷമൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ നല്ല പെർഫ്യൂംസ് യൂസ് ചെയ്യുക. പിന്നെ ചിലപ്പോൾ ഒരു മനുഷ്യന് തോന്നുകയാണ് എൻ്റെ ഒരു സ്വഭാവത്തിന്, എൻ്റെ പേഴ്സണാലിറ്റിക്ക് ഈ സ്മെല്ലുണ്ടെങ്കിൽ നന്നായിരിക്കും, അപ്പോൾ എൻ്റെ പേഴ്സണാലിറ്റി എൻഹാൻസ് ചെയ്യും. അല്ലെങ്കിൽ എനിക്ക് ആ സ്മെല്ല് ഇഷ്ടമാണ്, ഞാൻ എൻ്റെ ദേഹത്ത് അടിച്ചിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഈ സ്മെല്ല് എന്നെ ഇങ്ങനെ വരുന്നു, അയ്യാ എന്ത് സുഖമാണ് എന്ന് പറയുന്ന പോലെ ഇതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ പ്രിഫറൻസുകളാണ്. ഓരോ കാരണങ്ങളുണ്ട് പെർഫ്യൂംസ് യൂസ് ചെയ്യുന്നതിന്. അല്ലാതെ പെർഫ്യൂം അടിക്കുന്നവർ മുഴുവൻ ഓപ്പോസിറ്റ് സെക്സിൻ്റെ അടുത്ത് ഇപ്പോൾ പരിപാടി നടക്കണം എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ആളുകളല്ല. ഈ പോയിന്റ് ക്ലിയർ ആണല്ലോ. ആണുങ്ങൾ സ്പ്രേ അടിക്കുന്നത് ഇതിനൊന്നും വേണ്ടിയല്ല. ഇനി പെണ്ണുങ്ങൾ സ്പ്രേ അടിച്ച് ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുമ്പോൾ അവരെങ്ങനെയാണ് വേശ്യയായിട്ട് മാറുന്നത്? അതായത് ഈ സ്മെല്ല് അടിച്ചിട്ട് ആളുകൾ എന്നെ നോക്കണം, ആളുകൾ നോക്കിക്കോട്ടെ, ആരെങ്കിലും എന്നെ നോക്കിയാൽ ഞാൻ വേശ്യാവോ, ഞാൻ വേശ്യനാവോ, എനിക്കറിയില്ല കേട്ടോ. പിന്നെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി, ഇത് പണ്ട് മുതലേ ഉള്ളതാണ്. അതായത് ലിപ്സ്റ്റിക്ക് പൂശുന്ന പെണ്ണുങ്ങൾ അവർ ആണുങ്ങളെ അട്രാക്റ്റ് ചെയ്യാൻ ഇറങ്ങി നടക്കുകയാണ്, അത് വേശ്യകളാണ്. അതുപോലെ തന്നെ നല്ല ഡ്രസ്സ് ഇട്ട് നടക്കുന്ന, അതായത് അവനവന് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ച് നടക്കുന്ന സ്ത്രീകൾ, അല്ലെങ്കിൽ ഇവർ പറയുന്ന പെർട്ടിക്കുലർ വസ്ത്രങ്ങൾ ധരിക്കാത്ത സ്ത്രീകൾ, അവർ വേശ്യകളാണ്. നേരെ കൊണ്ട് വ്യഭിചാരം, വേശ്യ, ലൈംഗികത മുഴുവൻ കൊണ്ടുപോയി കെട്ടുന്ന അങ്ങോട്ടേക്കാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഈ സ്ത്രീകളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി മതങ്ങൾ, ഏത് മതം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും സ്ത്രീകളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി മതങ്ങൾ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാക്കാണ് വേശ്യ, വ്യഭിചാരം. ഈ രണ്ട് വാക്കുകൾ വെച്ചുകൊണ്ടാണ് ഈ സ്ത്രീകളെ മുഴുവൻ ലോക്ക് ചെയ്യുന്നത്. നമുക്ക് ഏതെങ്കിലും ഒരു സ്ത്രീ ഒരു കാര്യം ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടില്ല, ഇപ്പോൾ പൊട്ടിച്ചിരിക്കുന്ന പെണ്ണുങ്ങളെ എനിക്കിഷ്ടമല്ല പെണ്ണുങ്ങൾ പൊട്ടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നടക്കില്ലല്ലോ. പൊട്ടിച്ചിരിക്കുന്ന സ്ത്രീകൾ വേശ്യകളാണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അറബിയിലോ സംസ്കൃതത്തിലോ എന്തെങ്കിലും രണ്ട് ശ്ലോകം അങ്ങോട്ട് ഉരുവിടും. കാലും മക്കാലും കയറ്റി വെച്ചിരിക്കുന്ന പെണ്ണുങ്ങളെ നമ്പരുത് എന്ന് നമ്മുടെ പുള്ളി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് അതിനെയും വ്യഭിചാരം, വേശ്യ എന്ന് പറഞ്ഞ് ഇങ്ങനെയാണ് ഈ സ്ത്രീകളെ അഡ്രസ്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ എന്ന് പറയുന്നത്. ഈ പറയുന്ന ബോഡി സ്പ്രേ നിങ്ങൾ ഉപയോഗിക്കുന്ന വഴി നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ കാട്ടി പോകുന്ന സമയത്ത് നമ്മൾ സ്പ്രേ അടിക്കാൻ പാടില്ല. വന്യമൃഗങ്ങൾ പെട്ടെന്ന് ഈ സ്മെല്ലിൽ ആകൃഷ്ടരാവുകയും നമുക്ക് അറ്റാക്ക് നേരിടാനുള്ള സാധ്യത കൂടുകയും ചെയ്യും. കാട്ടിപ്പോകുന്നവരോട് നിങ്ങൾ പറഞ്ഞോളൂ, അതിനൊരു പർപ്പസ് ഉണ്ട്. കാരണം ആക്രമിക്കപ്പെടും എന്ന് പറയുന്നൊരു വാക്ക്, ആണായാലും പെണ്ണായാലും. ഈ നാട്ടിൽ കൂടി സ്പ്രേ അടിച്ച് നടക്കുമ്പോൾ നമ്മൾ ആരെയാണ് പേടിക്കേണ്ടത്? ഞാൻ പണിക്ക് പോയി അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുള്ള സമ്പത്ത് ഉപയോഗിച്ച് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള സ്പ്രേ വാങ്ങിച്ച് എൻ്റെ ദേഹത്തടിക്കുന്നു, ഞാൻ സന്തോഷമായിട്ടിരിക്കുന്നു. എൻ്റെ സന്തോഷം നിങ്ങൾ കണ്ടാൽ പോരെ, നിങ്ങളെന്തിനാ ആ മണത്തിൽ നിന്ന് അടുത്ത പരിപാടി ആലോചിക്കുന്നു? പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലം മാറുകയാണല്ലോ, ഈ സാഹചര്യങ്ങളൊക്കെ പുരോഗമിക്കുകയല്ലേ, ഭാഷയും ഒരുപാട് വലുതായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ സ്ത്രീകളെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളിൽ നിന്ന് ഈ വേശ്യയും വ്യഭിചാരവും അല്ലാതെ മറ്റ് ചില പദങ്ങളിലേക്ക് കൂടി വളരുകയാണെങ്കിൽ വളരെ നന്നായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. സ്ത്രീകൾ ഇന്ന കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് തെറ്റാണെങ്കിൽ അതിന് കുറച്ചുകൂടി നല്ല കാരണങ്ങൾ കണ്ടെത്താൻ വേണ്ടി കുറേ ആയി ഈ പറയുന്ന പദപ്രയോഗങ്ങളും ചിന്തകളും ഒക്കെ കാലഹരണപ്പെട്ട് കഴിഞ്ഞു. അത് ആളുകൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുമുണ്ട്. അപ്പം കുറച്ച് നല്ല പുതിയ വാക്കുകളുമായിട്ട് വന്നു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും എന്ന് പണ്ഡിതനോട് എനിക്കൊരു അഭിപ്രായമുണ്ട്. നമുക്ക് അടുത്ത റീലിലേക്ക് പോകാം. ഈ റീലോടുകൂടി നമ്മൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡോടെ വൈൻഡപ്പ് ചെയ്യാണ്. ഗുരുവായൂർ നഗരസഭയുടെ ബയോപാർക്കിൽ ദിവസങ്ങളായി ഗാന്ധിജിയുടെ പ്രതിമ സ്ഥാപിക്കാനുള്ള ജോലികൾ പുരോഗമിക്കുകയായിരുന്നു. ഒടുവിൽ ഇന്നലെ പ്രതിമ അനാച്ഛാദനം ചെയ്തു. പ്രതിമ കണ്ട നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയവരും ഞെട്ടി. ഗാന്ധിജിയുടെ കയ്യിൽ സഞ്ചിയൊക്കെ യാത്ര പോകണം. എങ്ങനെ
ലോകം കണ്ടിട്ടുണ്ടാകില്ല. കണ്ണടയും ഊന്നുവടിയും ഒഴിച്ചാൽ ഗാന്ധിജിയുടെ ഒരു രൂപസാദൃശ്യവും ഇല്ല. കണ്ണടയും വടിയും ഉണ്ടായാൽ ഗാന്ധിജിയാകുമോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. പ്രതിമ നിർമ്മാണത്തെക്കുറിച്ച് ശില്പിയോട് ചോദിച്ചപ്പോൾ ഗാന്ധിജിയുടെ ആശയമാണ് താൻ ഇതിൽ ഉൾക്കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതെന്നാണ്. അതെ, സിംപ്ലിസിറ്റിയാ, ഒരുപാട് കഷ്ടപ്പെടണ്ട. ഗാന്ധിജിയെ അപമാനിക്കാൻ ഒരു നീക്കവും നടന്നിട്ടില്ലെന്നാണ് നഗരസഭാ ചെയർമാൻ പറയുന്നത്. എന്തായാലും ഇങ്ങനെ ഒരു ഗാന്ധിജിയെ വേറെ എവിടെയും കാണാൻ കഴിയില്ലെന്ന് ഉറപ്പാണ്. അത് ഒരു നല്ല കാര്യമല്ലേ? ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ ഗുരുവായൂർ നഗരസഭ അവരവിടെ ഒരു ബോർഡൊക്കെ വെക്കേണ്ടതാണ്. അതായത് മോസ്റ്റ് ഡിഫറെൻറ്റ് ഗാന്ധിജി ഈസ് ഹിയർ എന്ന് പറഞ്ഞ് ഗാന്ധിജിയെ കാണാൻ വേണ്ടി പോർബന്തറിലേക്ക് ആളുകൾ അവരുടെ ചരിത്ര സ്മാരകങ്ങൾ കാണാൻ പോകുന്ന പോലെ ഗുരുവായൂരേക്ക് വരട്ടെ. അങ്ങനെ നമുക്കിതൊരു ടൂറിസം ഹബ്ബാക്കി നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ സാധിക്കും. പിന്നെ ഗാന്ധിജിയുടെ ആശയം അത് സിംപ്ലിസിറ്റിയാണ്. അതായത് ഒരൊറ്റ മുണ്ടിലാണ് ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ ലൈഫ്, അതായത് വസ്ത്രം ധരിക്കാൻ ഇല്ലാത്ത ആളുകൾ ജീവിക്കുന്ന ഈ നാട്ടിൽ ഞാൻ എന്തിന് ഇത്ര ആർഭാടത്തോടുകൂടി മുന്നോട്ട് പോകണമെന്ന് പറയുന്ന പോലെ ഇദ്ദേഹവും ഈ സാധാരണ 2-3 ഉളിയും ചുറ്റിയൊക്കെ ഉപയോഗിച്ച് കഷ്ടപ്പെട്ട് ചെയ്യുന്നതിന് പകരം എന്തിന് അത്രയൊന്നും എടുക്കാനില്ലാത്ത ഈ നാട്ടിൽ നമ്മൾ എന്തിന് ഇത്ര കഷ്ടപ്പെട്ട് പണിയെടുക്കണമെന്ന് ചോദിച്ചാൽ പുള്ളി ഈസി ആയിട്ട് ചെയ്തിട്ടുള്ളതായിരിക്കാം. പിന്നെ ഈ പുതിയ ആർട്ടിൻ്റെയൊക്കെ ഒരു കാലഘട്ടമാണല്ലോ, അപ്പോൾ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് ഞാൻ ഗാന്ധിജി ഉൾക്കൊള്ളുന്നത് ഇങ്ങനെയാണ്. ഇതിന് നമ്മൾ ഈ ആംഗിളിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോഴാണ്. പക്ഷേ അതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കൂടി ആർട്ടിസ്റ്റിന് സാധിക്കണമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഇവർക്ക് വേണമെങ്കിൽ, അതായത് ഗാന്ധിജിയുടെ പ്രതിമ ആണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്, പണിത് വന്നപ്പോൾ ഗാന്ധിജിയുടെ പ്രതിമ അല്ല, എന്നാൽ അത് വെക്കാതിരിക്കാമായിരുന്നു. അതായത് എന്തായാലും പാളിപ്പോയി, ഒന്നെങ്കിൽ അവിടെ കൊണ്ട് നിർത്താമായിരുന്നു, അല്ലെങ്കിൽ അത് വെക്കാതിരിക്കാമായിരുന്നു. ഇത് വെച്ചിട്ടെന്തിനാണ് ന്യായീകരിച്ച് മെഴുകുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. എന്തായാലും ഈ മതവികാരം വ്രണപ്പെട്ടു എന്ന് പറയുന്ന പോലെ ഗാന്ധിസം വ്രണപ്പെട്ടു എന്ന് പറഞ്ഞ് ഇവിടെ ആരും കോടതിയും കേസുമായിട്ട് നടക്കാത്തടത്തോളം, കലാപം ഉണ്ടാവാത്തടത്തോളം കാലം ഗാന്ധിജി അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് ആളുകൾ എന്ത് പറ്റി ഗാന്ധിജിക്ക് എന്ന് പറയുന്നൊരു ചിന്തയ്ക്ക് അപ്പുറത്തേക്ക് ഇതൊരു പ്രശ്നമായിട്ടൊന്നും മാറാൻ പോകുന്നില്ല. പക്ഷേ ന്യായീകരിച്ച് കളിക്കണ്ടായിരുന്നു, അത് പറ്റിപ്പോയി, നമുക്കിത് മാറ്റി സ്ഥാപിക്കാം എന്നങ്ങ് തീരുമാനിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമ്മൾ ഈ പറഞ്ഞു പോയിട്ടുള്ള റീൽസിലും റിയാക്ഷൻസിലും നിങ്ങൾക്ക് ഉപകാരമുള്ള എന്തെങ്കിലും ഒന്നും ഉണ്ടായിരുന്നു എന്ന് തോന്നുകയാണെങ്കിൽ, എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക, വീഡിയോ ഷെയർ ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും അതും കൂടി ഒന്ന് മനസ്സിൽ പരിഗണിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ശരി.